നമസ്കാരം. പ്രധാന വാർത്തകൾ. പോലീസ് തെളിവ് നൽകിയില്ല. കൊടകര കുഴൽപ്പണ കേസിൽ ഉരുണ്ട് കളിച്ച് ഇ.ഡി. കേസിലെ കള്ളപ്പണം വെളുപ്പിക്കൽ സംബന്ധിച്ചാണ് അന്വേഷണം നടത്തിയതെന്നാണ് ഇ.ഡി. വൃത്തങ്ങൾ അറിയിക്കുന്നത്. കുഴൽപ്പണത്തിന്റെ ഉറവിടം അന്വേഷിക്കേണ്ടത് ആദായ നികുതി വകുപ്പെന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് ഇ.ഡി. കേസിൽ ബി.ജെ.പി. നേതാക്കൾക്കെതിരായ തെളിവുകൾ പോലീസ് നൽകിയിട്ടില്ല എന്നാണ് ഇ.ഡിയുടെ വാദം. ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കിയ കൊടകര കുഴൽപ്പണ കേസിൽ കഴിഞ്ഞ ദിവസമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചത്. ബി.ജെ.പിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന കുറ്റപത്രം കലൂർ PMLA കോടതിയിലാണ് ഇ.ഡി. സമർപ്പിച്ചത്. പണം എത്തിച്ചത് ബി.ജെ.പിക്ക് വേണ്ടിയാണ് എന്നതിന് തെളിവില്ലെന്നാണ് കുറ്റപത്രത്തിലെ വാദം. പണവുമായി ബി.ജെ.പിയെ ബന്ധിപ്പിക്കുന്ന ഒരു തെളിവും കണ്ടെത്താനായില്ലെന്നും ഒരു വ്യവസായ ആവശ്യത്തിനായി കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന പണമാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. പോലീസ് കണ്ടെത്തലുകളും അന്വേഷണ റിപ്പോർട്ടും പൂർണ്ണമായും തള്ളുന്ന കുറ്റപത്രത്തിൽ തുടരന്വേഷണം ആവശ്യമില്ലെന്നും പറയുന്നു. നിരോധിത മേഖലയിൽ ഡ്രോൺ പറത്തി. സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെതിരെ ഒരു കേസ് കൂടി. സംഗീത നിശയുടെ മറവിൽ തട്ടിപ്പ് നടത്തിയതിന് വഞ്ചനാകുറ്റം ചുമത്തിയതിന് പിന്നാലെ സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെതിരെ ഒരു കേസ് കൂടി. നിരോധിത മേഖലയിൽ ഡ്രോൺ പറത്തിയതിനാണ് കേസെടുത്തിരിക്കുന്നത്. എറണാകുളം സൗത്ത് പോലീസാണ് കേസെടുത്തത്. പോലീസിന് മുന്നിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകി. സംഗീത പരിപാടിയുടെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയെന്ന പരാതിയിൽ ഷാൻ റഹ്മാനെതിരെ നേരത്തെ വഞ്ചന കേസ് എടുത്തിരുന്നു. മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചെങ്കിലും ജാമ്യം ലഭിച്ചില്ല. ഷാൻ റഹ്മാൻ ഇതുവരെ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല എന്ന് എറണാകുളം സൗത്ത് പോലീസ് പറഞ്ഞു. ചോദ്യം ചെയ്യലിൽ കൃത്യമായ രേഖകൾ ഹാജരാക്കിയില്ല എങ്കിൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് ബൈക്കിലും മരത്തിലും ഇടിച്ച അപകടം. 6 പേർക്ക് പരിക്കേറ്റു. തൃശൂർ കേച്ചേരിയിലാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ശ്രീലക്ഷ്മി സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് മുന്നിൽ പോവുകയായിരുന്ന കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. 30-ലധികം യാത്രക്കാർ ഉണ്ടായിരുന്ന ബസ് സമീപത്തെ മരത്തിലിടിച്ചു നിന്നതിനാൽ തോട്ടിലേക്ക് മറിയാതെ വൻ ദുരന്തം ഒഴിവായി. അപകടത്തിൽ പരിക്കേറ്റവരെ കുന്നംകുളം ലൈഫ് കെയർ കേച്ചേരി ആറ്റെക്സ് ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് കുന്നംകുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഗതി മന്ദിരത്തിലെ അന്തേവാസി ആശുപത്രി മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര അഗതി മന്ദിരത്തിലെ അന്തേവാസി ശൂരനാട് സ്വദേശി പരമുവാണ് മരിച്ചത്. വർഷങ്ങളായി ക്ഷേത്ര അഗതി മന്ദിരത്തിൽ കഴിയുകയായിരുന്നു. ഇന്ന് രാവിലെ 6:30 ഭക്ഷണവുമായി ജീവനക്കാരനെത്തിയപ്പോൾ മുറി തുറക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വയോധികനെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രോഗങ്ങളെ തുടർന്ന് ഒരാഴ്ചയായി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംഭവത്തിൽ ഓച്ചിറ പോലീസ് കേസെടുത്തു. കാട് വിട്ട് നാട്ടിലേക്ക്. ചാലക്കുടി നഗരത്തിൽ പുലി ഇറങ്ങി. ചാലക്കുടി ജംഗ്ഷൻ സൗത്ത് സ്റ്റാൻഡിൽ നിന്ന് 180 മീറ്റർ മാറി ബസ് സ്റ്റാൻഡിനടുത്ത കണ്ണമ്പുഴ അമ്പലം റോഡിലാണ് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. പുലർച്ചെ 4 മണിയോടെയാണ് പുലിയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞത്. കൊരട്ടിയിൽ കണ്ട പുലിയാണോ ഇതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു. 2 കൂടുകൾ വെച്ചിരുന്നുവെങ്കിലും പുലിയെ പിടിക്കാൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് ചാലക്കുടിയിലേക്ക് എത്തിയതാകാം ഇതെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം.